എവിടെ തുടങ്ങണം എന്നറിയില്ല. അതുപോലെയാണ്. കാരണം വെച്ചാൽ ഷേണായ്സ് തിയേറ്ററിൽ ഇപ്പോൾ ഈ ഷോയ്ക്ക് നിങ്ങളോടൊപ്പം ഷോ കാണാൻ വരുമ്പോൾ വന്ന് കയറുമ്പോൾ ഷാരിസ് പറഞ്ഞു അല്ലേ, എൻ്റെ മനസ്സിൽ ആദ്യം ഓടിപ്പോയത് മീശ മാധവൻ കണ്ടാർന്ന ദിവസം തന്നെയാണ്. അതിനു മുമ്പും ഞാനിവിടെ വന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത് അന്ന് വൈകുന്നേരം ഞാൻ രഹസ്യമായിട്ട് സൈഡിൽ കൂടി വന്ന് സിനിമ കാണാൻ വന്നതാണ്. പക്ഷെ അന്ന് ആരോ എന്നെ കണ്ട് പെട്ടെന്ന് അത് ഇതേടാ ദിലീപ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുക, അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി. സത്യം പറഞ്ഞാൽ ആ സിനിമ കാണാൻ വന്ന ആളുകൾ മുഴുവൻ എന്നെ എടുത്തുകൊണ്ട് പോയുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു ദിവസമാണ്. അപ്പം അതുകൊണ്ട് ഷേണാസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. കവിതാ തിയേറ്ററിൽ, ഷേണായ്സിൽ ഒക്കെ, മഹാരാജസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു ഹീറോ സ്ഥാനത്തേക്ക് വന്ന് എൻ്റെ സിനിമകൾ ഈ തിയേറ്ററുകളിലൊക്കെ ഓടുന്നൊന്നും അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നടക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. കവിതാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ പോലീസുകാരെ നിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ 50-ാം ദിവസത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന് വരാൻ സാധിച്ചപ്പോൾ ഭയങ്കര ഇമോഷണലായി ഇവിടെ എല്ലാവരും. ഇപ്പോൾ ലിസ്റ്റിനും അത് തുറന്നു പറഞ്ഞു, ഷാരിസ് പറഞ്ഞു, ബിന്ദു പറഞ്ഞു, റാണിയെ പറഞ്ഞു.